ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടി റെസിപ്പിയാണ്. സദ്യയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ബീട്രൂട്ട് പച്ചടി റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് കുറച്ച് ചേരുവകൾ മാത്രം മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റുന്ന ഒരു പച്ചടി റെസിപ്പിയാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് ബീട്രൂട്ട് വെച്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ ആവശ്യമേ മതിയാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയൊരു ബൗള് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് ബീട്രൂട്ട് വേവിക്കുന്ന സമയത്തും വേണം, തേങ്ങയിലിട്ട് അരയ്ക്കാനും വേണം. അതിനാണ് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം, പിന്നെ ഒരല്പം കടുക് നമുക്ക് വറുക്കാനും താളിക്കാനും വേണം, തേങ്ങയിൽ അരയ്ക്കാനും വേണം. പിന്നെ കടുക് താളിക്കാൻ വേണ്ടി കറിവേപ്പിലയും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് തൈരാണ്. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി ആദ്യം ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് കഴുകി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിന് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെറിയതായിട്ട് കൊത്തി അരിയുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ചെറിയൊരു പീസായിട്ട്, ചെറുതെന്ന് പറഞ്ഞാൽ മീഡിയം സൈസ്, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതേപോലെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു അല്പം ഉപ്പ്, ഒരു ബീട്രൂട്ടിൽ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകിൽ നിന്ന് 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു 3 വിസിൽ വരുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് ഒന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കടുകും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി നമുക്കൊന്ന് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ബീട്രൂട്ടിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പെല്ലാം അരച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. തോനെയും വെള്ളം കൂടാൻ പാടില്ല, കാരണം നമ്മൾ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഒരല്പം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. തോനെ അരഞ്ഞു പോകാനും പാടില്ല, എന്നാലും അരഞ്ഞ് കിട്ടുകയും വേണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇനി ഒന്നും കൂടെ ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ കുക്കറിൽ വിസിൽ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ടുള്ള തൈര് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് വേണ്ട, ഇതിൻ്റെ പകുതി തൈര് മതിയാകും. ഈ തൈര് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയ തൈരാണ്, ഹോം മെയ്ഡ് തൈരാണ്. അതുകൊണ്ട് അധികം പുളിപ്പില്ല, കറക്റ്റായിട്ടുള്ള പുളിപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ച് വെച്ചിരിക്കുകയാണ്.
ഇപ്പോൾ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ബീട്രൂട്ട് ഇവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഇനി ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബീട്രൂട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിൽ പെട്ടെന്നൊന്ന് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇതൊരു വേറൊരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇതേപോലെ ഒന്ന് കുക്കറിലിട്ട് പെട്ടെന്ന് വേവിച്ചെടുത്ത് ഇതേപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പച്ചടിയോടെ റെഡിയായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സിയിലുള്ളതും കൂടെ ഒരിച്ചിരി ഒന്ന് കഴുകി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഈ തേങ്ങയുടെ പച്ച മണമെല്ലാം ഒന്ന് മാറാൻ വേണ്ടി ഒന്നൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അരപ്പിനൊന്നും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൈരൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ അരപ്പ് അരച്ച് വെച്ചിട്ടുള്ള മിക്സി കഴുകിയിട്ടില്ല. ആ മിക്സിയിൽ തന്നെ നമുക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തൈരിൽ ഒരു 1/4 ഭാഗത്തോളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കറക്ക് മാത്രം ഒന്ന് കറക്കിയാൽ മതി. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തോനെയും ഫൈനായിട്ട് അരയ്ക്കേണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളുടെ തൈര് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ തൈര് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരല്പം ഉപ്പ് കുറവാണ്. ഞാനൊരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ ബീട്രൂട്ട് പച്ചടിക്ക് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരല്പം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മളുടെ പച്ചടിക്ക്. അപ്പം എരിവും പുളിപ്പും മധുരവും എല്ലാം കൂടെ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു പച്ചടിയായി കിട്ടും. ഇപ്പോൾ ഒരല്പം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡൊന്ന് തിളച്ച് വരണ ആ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പച്ചടി ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. ഞാനൊരു ബൗളിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചടിയുടെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു പച്ചടി നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. ഈ ഓണത്തിന് ഇതിലും എളുപ്പത്തിൽ നമുക്ക് പച്ചടി റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അത്രയ്ക്കും ഈസി ആയിട്ട് പെട്ടെന്ന് ജോലിഭാരം കുറയുകയും ചെയ്യും. പെട്ടെന്ന് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും കറികളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.